ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി ഐഡിയാസ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോളാർ ക്ലീനിങ് സിസ്റ്റം. നമുക്ക് എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള, അതായത് റൂഫ് ടോപ്പിൽ സോളാർ പാനൽ വെച്ചിരിക്കുന്നവർക്ക് അതിൻ്റെ ക്ലീനിങ് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഒന്ന് രണ്ടിടത്ത് കണ്ടതനുസരിച്ചാണ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുന്നത്. ഇത് വാട്ടർ ടാങ്ക് താഴെ ആയതിനാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചാണ്. ഒരു 10 എണ്ണത്തിന് 298 രൂപ എങ്ങോട്ട് ആമസോണിൽ കാണിക്കുന്നത്. ഇതും പിന്നെ സപ്പോർട്ടിങ്ങായിട്ട് കുറച്ച് ഫിറ്റിങ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വാട്ടർ ടാങ്ക് താഴെ വീടിൻ്റെ മുകളിൽ റൂഫിൻ്റെ ഷീറ്റാണ്, അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ പാനൽ വെച്ചിരിക്കുന്നത്. നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനുള്ള സപ്പോർട്ടിങ് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആ സാധനങ്ങൾ ചെക്ക് ചെയ്യാൻ നോക്കുന്നതാണ്. സപ്പോർട്ടീവ് ഐറ്റംസൊക്കെ ഉണ്ട്, പൈപ്പുണ്ട്. അപ്പോൾ സപ്പോർട്ടീവ് പൈപ്പ് ഫിറ്റിങ്സിൻ്റെ കൂടെ നമ്മുടെ പാനലിലേക്ക് വാട്ടർ കണക്ഷൻ വരുന്നത് നമ്മുടെ വാട്ടർ ടാങ്കിലോട്ട് അടിക്കുന്ന പൈപ്പിലെ കിണറ്റിൽ നിന്ന് ടാങ്കിലോട്ട് അടിക്കുന്ന ഔട്ടിൽ നിന്ന് വെള്ളം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്ത് പൈപ്പ് വഴിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ടോപ്പിലോട്ട് എത്തിക്കുക. അവിടെ എല്ലാ ഇതിലും ഒരേ രീതിയിൽ പവർ വരുമോയെന്ന് അറിയത്തില്ല. വാട്ടർ ഫോഴ്സ് ഒന്ന് പരീക്ഷാടിസ്ഥാനത്തിൽ ചെക്ക് ചെയ്യണം. അതായത് നമുക്ക് നോക്കാം. നമ്മൾ പാനലെടുക്കോട്ട് പോയിട്ട് റൂഫിൻ്റെ സ്ലൈഡിങ് ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. പാനലിൻ്റെ ടോപ്പിലാണ് 448 പാനലുണ്ട്. മറ്റേ സ്പ്രിംഗ്ലർ വരുന്നത് ഒരു പാക്കറ്റിൽ 10 എണ്ണമാണ്. നമുക്ക് 4 എണ്ണത്തിന് 8 എന്നുള്ള രീതിയിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളിത് എത്ര ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞാലും ഇതിലെപ്പോഴും ഇങ്ങനെ അഴുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡസ്റ്റ് മാക്സിമം അവോയ്ഡ് ചെയ്ത് കണക്ഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ എക്സാക്റ്റ് പ്രതിഫലം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും ഡെയിലി നമുക്ക് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വാട്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2-3 തവണ നമുക്ക് ഡെയിലി കഴിയുമെന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. 2 സെക്കൻഡ് കാര്യമുള്ളൂ, ഒരു സ്വിച്ച് ഓൺ ആക്കുന്ന കാര്യമുള്ളൂ മോട്ടറിൻ്റെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്ഡേറ്റ്സ് നമ്മൾ തരാം. അതിൻ്റെ ആദ്യം പരീക്ഷണത്തിൽ നമ്മൾ ഒരു സൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഒരു സൈഡ് നമ്മൾ ചെയ്തത് ഇങ്ങനെയാണ്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് നമ്മളെ വർക്കുകൾ ചെയ്തത്. ആർക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്പർ തരാം, വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനും. ഇത് ജസ്റ്റ് നമ്മൾ ഒരു സൈഡ് ചെയ്തു, നമ്മളത് പവർ ഫോഴ്സ് കൊടുത്തപ്പം ഓക്കെയാണ്. അപ്പം മറ്റേത് ബാലൻസ് ചെയ്യാൻ കിടക്കുന്നു. അത് നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്നതായിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഔട്ട്പുട്ട് നിങ്ങളെ വെള്ളം അടിച്ച് നമുക്ക് കാണിക്കാം. ഇതൊരു സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ എക്സാക്റ്റായിട്ട് ഫുള്ള് കറക്റ്റ് ഇതിൽ വരുന്നുണ്ട്. സ്പ്രിംഗ്ലറിൽ കറക്റ്റായിട്ടാണ് വെള്ളം ഇത് ചെയ്യുന്നത്. ഇദ്ദേഹമാണ് നമ്മുടെ വർക്കിൻ്റെ മാസ്റ്റർ ബ്രെയിന് പ്രശാന്ത്. ഫിറ്റിങ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈപ്പ് കട്ടിങ്, ഒട്ടിങ്. സെയിം ലെങ്തിൽ എടുത്തിട്ട് 4 പാനലിന് 8 സ്പ്രിംഗ്ലർ വെച്ചാണ് കൊടുക്കുന്നത്. താഴെ വെച്ച് നമുക്ക് ടോപ്പ് വെച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് താഴെ വെച്ച് ചെയ്തിട്ട് മേളിൽ കൊണ്ട് ഫിറ്റ് ചെയ്യാണ് ഉദ്ദേശിക്കുന്നത്. ഫുൾ ലെങ്ത് ജോയിൻ ചെയ്യുകയാണ്.
ഓക്കെ, അങ്ങനെ രണ്ട് സൈഡിലും സ്പ്രിംഗ്ലേഴ്സ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കേബിൾ ടൈ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രശാന്ത്, കാണാമല്ലോ. റൂഫിൻ്റെ മണ്ടയ്ക്ക് അടിച്ച റിസ്ക്കാണ്. പിന്നെ ചൂട് കൂടുന്നതിന് മുന്നേ ഞങ്ങൾ രാവിലെ ഞങ്ങൾ ചെയ്തായിരുന്നു. ഇനിയും വാട്ടർ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ആരെങ്കിലും, ഇത് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയാണ്, മല്ലപ്പള്ളി എന്ന് പറയും. ഈ ഏരിയയിലൊക്കെ ചെയ്യണമെങ്കിൽ പ്രശാന്തിൻ്റെ നമ്പർ തരാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കോൺടാക്ട് ചെയ്താൽ അവർ ഡയറക്റ്റ് ഒന്ന് ചെയ്തിട്ട് പോകും. നിങ്ങൾ ഫിറ്റിങ്സൊക്കെ മേടിച്ച് കൊടുത്താൽ മാത്രം മതി. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ മേളത്തെ ടോപ്പിലെ വർക്ക് കഴിഞ്ഞിട്ട് ഇവിടെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറവാണെങ്കിൽ 2 ലൈനായിട്ട് കൊടുക്കാതെ, ഇൻ കേസ് ഫോഴ്സ് കുറവാണെങ്കിൽ നമുക്ക് 1 ലൈൻ വീതം കൊടുക്കാമെന്നുള്ള രീതിയിൽ 2 ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നേരെ മോട്ടറിൽ നിന്ന് വരുന്നതിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് വെള്ളം അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് ഫുള്ള് വരുന്നത്. ഫിറ്റിങ്സ് മുഴുവൻ സെറ്റായിട്ടുണ്ട്. ഇനി വാട്ടർ കണക്ഷൻ കൊടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. വെള്ളത്തിൻ്റെ ഒരു ക്ഷാമമുണ്ട്. വെള്ളം നമുക്ക് നല്ല തൂട്ടുള്ള ഉണക്കാണല്ലോ, അതുകൊണ്ട് അധികം ഇപ്പോൾ അടിക്കുന്നില്ല. കിണറ്റിലൊക്കെ ആയതിനു ശേഷം ഇപ്പോൾ കിണറ്റിൽ ഒട്ടും വെള്ളമില്ല. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടോപ്പിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞുള്ള വ്യൂ ആണിത്. നമ്മൾ 2 സൈഡിലും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടാണ് വെള്ളം ടോപ്പിൽ കൊണ്ടുവന്നിട്ട് ബക്കറ്റിൽ കൊണ്ട് നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുക. നമ്മൾ ജസ്റ്റ് മോപ്പ് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് മോപ്പ് വെച്ച് ഇതാക്കിയാൽ മതി. ഇപ്പം ഞാനത് ചെയ്യുന്നില്ല, വാട്ടർ ടെസ്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി മോട്ടർ ഒന്ന് ഓണാക്കട്ടെ. വാട്ടർ കണക്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ, എല്ലാം പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. സ്പ്രിംഗ്ലറിലൂടെ എക്സാക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് പോകുന്നത്, കാണാമല്ലോ. അപ്പം വെള്ളം കളയുന്നില്ല, ഓഫാക്കുന്നു. അങ്ങനെ ഓഫാക്കുകയാണ്. കറക്റ്റായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളൊരു പരീക്ഷണം നടത്തിയത് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ്ങിന് ബുദ്ധിമുട്ടുന്ന ആർക്കും ഈ ഒരു രീതി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. മോപ്പ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു തവണ വാട്ടർ ഒന്ന് ജസ്റ്റ് 2 സെക്കൻഡിലേക്ക് ഓണാക്കിയത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പം അടുത്ത ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന വേറെ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.